താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി 94-ാം സങ്കീർത്തനം 17, 18, 19 എന്നീ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ, നിന്റെ ദയ എന്നെ താങ്ങി. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഈ 3 വാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സങ്കീർത്തനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, സഹായിക്കുന്നവനായ ദൈവം. 17-ാം വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മാനുഷികമായ സഹായങ്ങളെക്കാൾ ഉപരിയായി ദൈവികമായ സഹായം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് എത്രയോ നമ്മെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ അല്ല, നമ്മെ സഹായിക്കുന്ന ഒരു കരം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്നതായ ഒരു ചിന്തയാണ്. പലപ്പോഴും നാം ധൈര്യഹീനരായി തീരാറുണ്ട്. സഹായത്തിന് ആരുമില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാറുണ്ട്. നാം തനിയെ ആയി പോയല്ലോ എന്ന് ഭാരപ്പെടാറുണ്ട്. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നതായ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, കർത്താവ് നമ്മെ സഹായിക്കുന്നവനാണ്. ഈ കഴിഞ്ഞ നാളുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നമ്മെ സഹായിച്ച വിധങ്ങൾ നാം ഒന്ന് കാണേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നുപോയിട്ട് ദൈവത്തോട് പിറുപിറുക്കുന്നവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, കർത്താവ് നിങ്ങളിൽ ചെയ്തതായ വൻകാര്യങ്ങളെ നിങ്ങൾ ഒന്ന് കാണണം. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് യഹോവ നിങ്ങളിൽ ചെയ്തിരിക്കുന്ന വൻകാര്യങ്ങളെ കാണുമ്പോൾ കർത്താവ് എത്രമാത്രം നിങ്ങളെ സഹായിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ ഇന്ന് രാവിലെ നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം നമ്മെ സഹായിച്ച അത്ഭുതകരമായ വഴികൾ ഒന്ന് കാണുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവികമായ സഹായം നമുക്ക് എത്രയോ തവണ നാം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സങ്കീർത്തനകർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം, കർത്താവ് നമ്മെ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മുടെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു എന്നത്രേ. കർത്താവിൻ്റെ സഹായം ഉള്ളത് കൊണ്ടാണ് നാം ജീവനോടെ ഈ ഭൂമുഖത്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് സങ്കീർത്തനകർത്താവിനുണ്ടാവുകയാണ്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമുക്കും ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ സാധിക്കും, കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഭൂമുഖത്തിന്ന് രാവിലെ കണ്ണുകളെ തുറന്നത്. അവിടുന്ന് എന്നെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടുന്ന് എന്നെ സഹായിച്ച വിധങ്ങൾ അനവധിയാണ്. അത് തിരിച്ചറിയുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നാം വിചാരിക്കുന്നത് കർത്താവ് നമ്മെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ്, കർത്താവ് നമ്മെ കൈവിട്ടു എന്നാണ്. എന്നാൽ നാം അങ്ങനെ നിരാശയിലേക്ക് ആണ്ടുപോകേണ്ടുന്നതായ ആവശ്യമില്ല എന്ന് സങ്കീർത്തനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടുന്നവനല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സ്വർഗീയമായ കരം എല്ലാ സമയത്തും നമ്മോട് കൂടെയുണ്ട്. നമ്മെ സഹായിക്കുന്ന ആ കരം എല്ലാ സമയത്തും നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതായ ഉത്തമ ബോധ്യം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും
നാം പോകേണ്ടുന്നതായ പാതയിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുന്നതിന് ഇടയാകുമ്പോഴാണ് കർത്താവ് എന്നെ സഹായിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ നാം പോകേണ്ടുന്നതായ പാതയിലേക്ക് നമ്മെ തിരിച്ചുവിടുന്നവനാണ് ദൈവം എന്നുള്ളതായ വലിയ ചിന്ത നമ്മെ ഭരിക്കുമ്പോഴാണ് കർത്താവ് എന്നെ സഹായിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നത്. ചിലപ്പോൾ കഷ്ടതയിലൂടെ നാം പോകേണ്ടതായിട്ട് വരാം, ചിലപ്പോൾ ബുദ്ധിമുട്ടിലൂടെ പോകേണ്ടതായിട്ട് വരാം, നമുക്കിഷ്ടമില്ലാത്ത ചില പാതകളിലൂടെ ചിലപ്പോൾ കർത്താവ് നമ്മെ നടത്തിയെന്ന് വരാം. എന്നാൽ നാം വായിക്കുന്നത് പോലെ കൂരിരുൾ പാതയിൽ കൂടി ഞാൻ നടക്കുമ്പോഴും കർത്താവേ, അവിടുത്തെ കരം എന്നെ പിടിച്ചിരിക്കുന്നു, നിന്റെ കൈ എന്നോട് കൂടെ ഉണ്ട്, അവിടുന്ന് എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് കൂരിരുൾ പാതയിൽ കൂടി നടക്കുമ്പോഴും ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് ദാവീദ് രാജാവ് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മെ സഹായിക്കുന്ന ഒരു കരം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത് 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ, നിന്റെ ദയ എന്നെ താങ്ങി. കർത്താവ് ദയയുള്ളവനാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കാലുകൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിലും നമ്മുടെ കാലുകൾ വഴുതിപ്പോകാതെ മുൻപോട്ട് നടത്തുവാൻ നമ്മെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മെ ദയയോടുകൂടെ കാണുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്നതായ അവസരങ്ങളിൽ കാലുകൾ വഴുതിപ്പോകാൻ സാധ്യതയുള്ളപ്പോൾ കർത്താവ് നമ്മെ കരം പിടിച്ച് നമ്മുടെ കാലുകൾ വഴുതിപ്പോകാതെ നമ്മെ സഹായിച്ച് മുൻപോട്ട് നടത്തുന്നവനാണ് എന്നുള്ള ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം മൂന്നാറിൽ ചെല്ലുമ്പോൾ അവിടെ രാജമല എന്ന സ്ഥലത്ത് ഒരുപക്ഷെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. അവിടെ വരയാടുകളെ കാണുവാൻ സാധിക്കും. വരൈഗോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പേര് വിളിക്കുന്നത്. ഏഷ്യയിൽ വരയാടുകൾ കാണപ്പെടുന്നത് ഇവിടെ മാത്രമാണ്. ഈ വരയാടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കിഴുക്കാന്തൂക്കായ പാറയുടെ വശങ്ങളിലൂടെ പിടിച്ചു കയറി പോകുവാൻ അതിന് സാധിക്കും. അതിൻ്റെ കുളമ്പുകൾ ആ നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ കുത്തനെയുള്ളതായ പാറയുടെ വശങ്ങളിലൂടെ പിടിച്ചു കയറി പോകുവാൻ സാധിക്കുന്ന പ്രത്യേകമായ കുളമ്പുകൾ അതിനുള്ളത് കൊണ്ടാണ് വരയാടുകൾ എന്നതിന് പേര് കിട്ടിയത് തന്നെ. അതുകൊണ്ട് അതിന് ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. ഈ വലിയ പർവ്വതനിരയുടെ വശങ്ങളിലൂടെ നടക്കുമ്പോൾ അത് താഴേക്ക് പതിക്കും എന്നുള്ളതായ ചിന്ത അതിന് വേണ്ട. കാരണം അതിൻ്റെ കാലുകൾ അതിനു വേണ്ടി അഡാപ്റ്റഡാണ്. പ്രിയമുള്ളവരെ, ഇതേ അർത്ഥത്തിലാണ് നമുക്ക് ഈ വാക്യം വായിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ കാലുകൾ പലപ്പോഴും വഴുതിപ്പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം ഒരിക്കലും നിലംപരിചാകാതെ മുൻപോട്ട് നടത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കരം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് നാം 121-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നമ്മുടെ കാലുകൾ വഴുതിപ്പോകുവാൻ സമ്മതിക്കാതെ നമ്മെ മുൻപോട്ട് നയിക്കുന്ന കർത്താവ് നമ്മോട് കൂടെ എല്ലാ സമയത്തുമുണ്ട്. പലപ്പോഴും നാം പതറിപ്പോകാം. ജീവിതത്തിലെ പല പല ആവശ്യങ്ങളുടെ മുഖത്ത് നാം പതറിപ്പോകുവാൻ സാധ്യതയുണ്ടെന്നാൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, കർത്താവിൻ്റെ ദയ നിന്നെ താങ്ങി നടത്തുന്നു. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടുന്ന ഭാരപ്പെടേണ്ടുന്ന ആവശ്യമില്ല. മൂന്നാമത് നാം വായിക്കുന്നത്, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നാണ്. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വിചാരങ്ങളുടെ ആധിക്യമുണ്ടാകാം. മാർത്തയെ സംബന്ധിച്ച് നാം വായിക്കുന്നത് പോലെ പലതുകൊണ്ടും വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും നാം ആയിത്തീരാം. എന്നാൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ മുൻപോട്ട് നാം ജീവിക്കണം. വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തോട് ഒരു മുഴം നീളം കൂട്ടുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഒന്നുകൊണ്ടും വിചാരപ്പെടേണ്ടെന്ന ആവശ്യമില്ല. നിങ്ങളുടെ വിചാരങ്ങളെല്ലാം കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. കർത്താവ് നിങ്ങളെ പുലർത്തുന്നവനാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സകല വിചാരങ്ങളും, നമ്മുടെ സകല പ്രയാസങ്ങളും
കർത്താവിൻ്റെ മേൽ ഇട്ടുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ നിലയിലുണ്ടാകുന്ന വിചാരങ്ങൾ, വിചാരപ്പെടലുകൾ എല്ലാം കർത്താവിൻ്റെ മേലിട്ടുകൊണ്ട് സ്വതന്ത്രരായി നടക്കുവാൻ ദൈവവചനം നമ്മോട് ആജ്ഞാപിക്കുകയാണ്. അവിടെ ദൈവവചനം പറയുന്നു, നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. കർത്താവെ, ഞാൻ വിചാരപ്പെടുമ്പോൾ അവിടുന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. നമ്മെ സഹായിക്കുന്ന, നമ്മെ ദയയോടുകൂടി സഹായിക്കുന്ന, നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ സഹായിക്കുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലാം. ആ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മുടെ കാൽ വഴുതാതെ നമ്മെ മുൻപോട്ട് നയിക്കുന്നവനാണ്, നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഒരു കുഞ്ഞിനെ അതിൻ്റെ കരച്ചിലടക്കുവാൻ അതിൻ്റെ മാതാവ് ഏതെല്ലാം നിലകളിൽ അതിനെ ആശ്വസിപ്പിക്കുന്നുവോ, അതുപോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു സ്വർഗീയ കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടാതെ കർത്താവിൽ ശരണപ്പെട്ട് ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഇന്ന് രാവിലെയുള്ള ഈ ധ്യാന ചിന്തകൾ അതിന് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. മനുഷ്യരുടെ സഹായം പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് ലഭിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ നിരാശരായി തീരാറുണ്ടെന്നാൽ കർത്താവെ, അതിനേക്കാൾ ഉപരിയായി ഞങ്ങളെ സഹായിക്കുന്ന ഒരു സ്വർഗീയ കരം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകിത്തരുന്ന സ്വർഗീയമായ ആ കരത്തിനായി ഞങ്ങൾ ഇന്ന് രാവിലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സഹായിച്ചിരുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രാണൻ മൗനവാസം ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ അവിടുത്തെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ കാൽ വഴുതുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ദയ ഞങ്ങളെ താങ്ങി നടത്തുന്ന അത്ഭുതകരമായ സഹായത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ വിചാരപ്പെട്ട് ഞങ്ങൾ പ്രയാസപ്പെട്ട് മനം തളർന്നവരായി തീരുമ്പോൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന അവിടുത്തെ ആശ്വാസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കർത്താവെ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളോട് ദയവ് കാണിക്കുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ഇന്നത്തെ ദിവസം യാതൊരു വിചാരപ്പെടലുമില്ലാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും വിചാരപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ അവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ. ആർക്കെങ്കിലും സ്വർഗീയമായ സഹായം ആവശ്യമുണ്ടെങ്കിൽ കർത്താവെ, അവരെ അവിടുത്തെ കരം കൊണ്ട് താങ്ങി നടത്തി സ്വർഗീയ സഹായം അവർക്ക് നൽകി അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിച്ച് അവരെ സഹായിച്ചാട്ടെ. ഇന്നത്തെ ദിവസം അവിടുത്തെ കരത്തിൻ്റെ തലോടൽ അനുഭവിക്കുന്ന ദിവസമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ, താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നേ